അപ്പം രാവിലെ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആദ്യമേ തന്നെ ശുഭദിനം അല്ലേ? ഒരു ശുഭദിനം ഞാൻ തന്നു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ശുഭദിനമായിരിക്കും. അപ്പം രാവിലെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുക? സിനിമാ വാർത്തകൾ തന്നെ ആയിരിക്കട്ടെ. അപ്പം പുതിയ പുതിയ സിനിമകൾ നാളെ റിലീസ് ആവുകയാണ്. ഏപ്രിൽ 10-ാം തീയതി റിലീസ് ആവുകയാണ്. പിന്നെ ഏപ്രിൽ 25-ന് തുടരും ചിത്രം. അങ്ങനെ ഏപ്രിൽ മാസം സിനിമകൾ കൊണ്ട്, മികച്ച സിനിമകൾ കൊണ്ട് സജീവമാകട്ടെ. അപ്പം നമുക്ക് സിനിമാ വാർത്തകളിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ ഇന്നലെ എമ്പുരാൻ വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 24,900 ടിക്കറ്റ് എമ്പുരാൻ ഇന്നലെ വിറ്റിരിക്കുന്നു ബുക്ക് മൈ ഷോയിലൂടെ. അങ്ങനെ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്നലെ എമ്പുരാൻ നേടിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. 1 കോടിക്ക് മുകളിൽ കിട്ടുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എമ്പുരാൻ 82-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ പിന്നെ ബാക്കി ഏപ്രിൽ 10-ന് ഇറങ്ങുന്ന സിനിമകളെ പറ്റി നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യമേ ആലപ്പി ജിംഖാന എന്നുള്ള ചിത്രം നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ജൈത്രികത്തെ തുടരുന്നത്. ഞാൻ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല. ബഫുക്ക പോലെ ഉള്ള ചിത്രമൊക്കെ ഉള്ളപ്പം ഈ ആലപ്പി ജിംഖാന, നസ്രീൻ എന്ന് പറയുന്ന പിള്ളാരിഫറ്റ് എന്ന് പറയാം, പിള്ളാരിഫറ്റ് അഭിനയിക്കുന്ന ചിത്രം ഇത്രമേൽ ജനശ്രദ്ധ പിടിച്ചു പറ്റും എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അതിൻ്റെ ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് 30K മാത്രമുള്ളായിരുന്നു. വെറും 30,000 പേര് മാത്രമേ ഈ ചിത്രം കാണാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. പക്ഷേ ഇന്നലത്തെ ടിക്കറ്റ് ബുക്കിംഗ് കണ്ടു കഴിഞ്ഞപ്പം 20,570 20,570 ടിക്കറ്റ് 24 മണിക്കൂർ വിറ്റുപോയി. അപ്പോൾ അതൊരു മികച്ച പ്രതികരണം തന്നെയാണ്. 30,000 ആൾക്കാർ മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം 20,570 ടിക്കറ്റ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയി എന്ന് പറയുന്നത് ആ ചിത്രം ഒരു ഓളം ഉണ്ടാക്കും. ഈ ചിത്രത്തെ പറ്റി വളരെയധികം പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ പല അട്ടിമറികളും ഏപ്രിൽ 10-ന് നടക്കാനുള്ള സാധ്യതയിലേക്കാണ് ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്നത്. നമ്മൾ രാഷ്ട്രീയമായിട്ടൊക്കെ പറയത്തില്ലേ, അട്ടിമറി പ്രതീക്ഷിക്കാം. ശ്രദ്ധിച്ചോ, ഈ ആലപ്പി ജിംഖാനയൊക്കെ ചിലപ്പോൾ ഒരു കറുത്ത കുതിരയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജിംഖാനയ്ക്ക് ഇതുവരെ കിട്ടിയ പ്രീഫെയിൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 64,67,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 64,67,000 രൂപ കേരളത്തിലെ മാത്രമാണ് ഞാൻ പറയുന്നത്. ചിലപ്പം വേൾഡ് ലോകമെമ്പാടിൽ നിന്നും ചിലപ്പോൾ 1 കോടിക്ക് മുകളിൽ കിട്ടി കാണാം ഇല്ലേ? അതിൻ്റെ കൃത്യമായിട്ട് കണക്ക് നമ്മൾ കിട്ടിയില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ കണക്ക് പറയുന്നത് 64,67,000 രൂപ. ഇത് ഇന്നലെ രാത്രിയിലത്തെ കണക്കാണ്, രാവിലത്തെ കിട്ടിയിട്ടില്ല. രാത്രി അങ്ങനെ അപൂർവമായിട്ട് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നാളെ പണം റിലീഫ് ആകുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് റെസ്പോൺസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേറെ ലെവൽ കൊടുത്തായിരിക്കും ഉണ്ടാകുന്നത്. ഇനിയും മരണമാസ് എന്ന് പറയുന്ന ചിത്രം ഇന്നലെ രാത്രി വൈകിയാണ് ബുക്കിംഗ് തുടങ്ങിയത്. ബേസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശിവപ്രസാദ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി നടനാണ്. ബേസിൽ എന്ന് പറയുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായുള്ള ചിത്രങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുമല്ലേ? ഒന്നുമില്ലെങ്കിൽ മോശമെന്ന് പറയാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കാം എന്ന് ഏകദേശം ഉറപ്പുണ്ട്. അതുകൊണ്ടാകാം ഇന്നലെ 11,54,000 രൂപ ഇന്നലെ രാത്രി ബുക്കിംഗ് തുടങ്ങിയപ്പം തന്നെ ഇത് എന്തോന്നുണ്ടൊക്കെ അതും 30Kക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റാണ് അതും കാണിക്കുന്നത്. അപ്പം ആൾക്കാർ പ്രതീക്ഷിക്കുന്ന 2 ചിത്രങ്ങൾ. മറ്റൊന്ന് നമ്മുടെ തമിഴിൽ നിന്ന് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന അജിത്തിൻ്റെ ചിത്രം കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല കളക്ഷനാണ്. 12 കോടിയും 15 കോടിയൊക്കെ കഴിഞ്ഞു എന്ന് പറയും. അതുപോലെ ഒരാഴ്ചത്തെ ബുക്കിംഗ് ഒക്കെ ഫില്ലായി വരുന്നു എന്ന് പറയും. അത് അവിടെ ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും 6,000, 7,000
രാവിലെ നമ്മൾ നോക്കുമ്പോൾ 7000 ടിക്കറ്റോളം മണിക്കൂറിന് വിറ്റുപോകുന്ന ടിക്കറ്റാണ്. നമ്മളിവിടെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ ആ അവസ്ഥയിൽ അവിടെ നല്ല തകൃതിയായിട്ടുള്ള വിൽപ്പന നടക്കുന്നുണ്ട്. അപ്പം ബാക്കി കൃത്യമായിട്ടുള്ള കണക്കുകൾ പിന്നെ കിട്ടും. അപ്പം കേരളത്തിലെ അജിത്തിൻ്റെ ചിത്രത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ എണ്ണം വളരെ കുറവാണ്, ഷോകളുടെ എണ്ണം കുറവാണ്. കാരണം 3 മലയാള ചിത്രങ്ങൾ റിലീസാകുന്നുണ്ട്. അത് പ്രമുഖരായ 3 പേര് അഭിനയിക്കുന്ന ചിത്രം, വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന 3 ചിത്രത്തിൻ്റെ ഇടയിൽ അതുപോലെ അജിത്തിൻ്റെ കഴിഞ്ഞ ചിത്രം മികഞ്ഞ പരാജയമായിരുന്നു. വിതരണക്കാർക്കൊക്കെ ഭയങ്കര നഷ്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു ചിത്രമാണ്. അപ്പോൾ അജിത്തിൻ്റെ ചിത്രത്തോടെ ചെറിയൊരു അതൃപ്തി ഇതിൽ നിന്ന് പ്രകടമാണ്. പക്ഷേ ഇതൊന്നും കളക്ഷനെ ബാധിച്ചിട്ടില്ല. ഷോകളുടെ എണ്ണം കുറവാണെങ്കിലും 20,40,80,000 രൂപ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്നേ വരെ പ്രീഫെയിലായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ 1 കോടിയൊക്കെ അടുക്കെത്താം എന്ന് തോന്നുന്നു. ഇനി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് എല്ലാവരും ചോദിച്ചു. ആദ്യമേ മമ്മൂട്ടിയുടെ പേരല്ലേ പറയേണ്ടത് എന്നൊക്കെ നിങ്ങളിൽ പലരും വിചാരിക്കും. ഞാൻ മനഃപൂർവ്വം നിങ്ങൾക്ക് ഇച്ചിരി ആകാംക്ഷ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്നെ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അപ്പം നമ്മുടെ ബഫൂക്ക, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ബഫൂക്ക അവസ്ഥ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആൾക്കാർ ഈ കാണിക്കുന്ന കോപ്രായത്തിനനുസരിച്ച് ഇതിൻ്റെ ബുക്കിംഗ് അങ്ങോട്ട് കയറുന്നില്ല എന്ന് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരുടെ എണ്ണം ഇതിലും കൂടുതലാണ്. മമ്മൂട്ടിക്ക് വേണ്ടി ജയ് വിളിക്കുന്നവരുടെയൊക്കെ എണ്ണം എത്രയോ കൂടുതലാണ്, നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന 101K ഒക്കെയാണ് കാണിക്കുന്നത്. 1,00,000 ചില്ലാനും പേര് ഈ ചിത്രം കാണാൻ താല്പര്യം ഇപ്പം വന്നാൽ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവർ. പക്ഷേ ടിക്കറ്റിൻ്റെ വിൽപ്പനയിൽ എന്ന് പറഞ്ഞാൽ വളരെ നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്ന ടിക്കറ്റിൽ ഏറ്റവും കുറച്ച് വിൽക്കുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബഫൂക്കയുടെ ടിക്കറ്റാണ്. എന്താണെന്നറിയില്ല, ആൾക്കാർക്ക് പ്രതീക്ഷ നഷ്ടമായി. ഇതിനിടയ്ക്ക് പരീക്ഷണ ചിത്രമാണെന്നൊക്കെയുള്ള കിംവദന്തി വരുന്നുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഓളം സൃഷ്ടിക്കാതെ ഓളം ആരാധകർക്ക് വേണ്ടിയുള്ള ചിത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഫാൻ ഷോകളുടെ എണ്ണമൊന്നും വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഫാൻ ഷോ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം ആരാധകർ കൈയൊഴിഞ്ഞ ചിത്രമായി ബഫൂക്ക മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി നാളെ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഒരു വിജയ ചിത്രമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കല്ലേ. അപ്പം ബഫൂക്കയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ കണക്കും പ്രകാരം കേരളത്തിലെ കാര്യമാണെന്ന് പറഞ്ഞത് 78,12,000 ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം 1 കോടി പോലും തികഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പം ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റ് പോയത് 16,390 മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്ത് എമ്പുരാൻ വിറ്റത് ഞാൻ പറഞ്ഞില്ല 24,900. നമ്മുടെ ആലപ്പി ജിങ്കാന വിറ്റത് 20,570 ടിക്കറ്റാണ്. 3ാം സ്ഥാനത്തായി പോയി ബഫൂക്കയുടെ അവസ്ഥ. അപ്പം 16,390 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ടോട്ടൽ 78,12,000 രൂപ മാത്രമേ ഇന്നലെ രാത്രി വരെ ഇതിന് കളക്ട് ചെയ്യാൻ പറ്റൂ. അതിന് വളരെ വൈകി ബുക്കിംഗ് തുടങ്ങിയ ആലപ്പി ജിങ്കാന 64,067 രൂപയും പ്രീഫെയിലൂടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബഫൂക്കയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകൾ ഇങ്ങനെ ആരാധകരുടെ പടർന്നിട്ടുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. ഒരു ഓളം സൃഷ്ടിക്കാൻ ബഫൂക്കയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു നാളെ തിയേറ്ററിൽ എത്തിയതിന് ശേഷം ചിലപ്പോൾ ആരാധകർക്ക് കൈയടിക്കാനോ ബഹളം വെക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾ കാണില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ സിനിമാ പ്രേമികൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ചിത്രം തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു പുതുമുഖ സംവിധായകന് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കണമെങ്കിൽ ആ തിരക്കഥ വായിച്ചു നോക്കി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മമ്മൂട്ടിക്ക് ചെയ്യാനുണ്ട്, അതൊരു പരീക്ഷണ ചിത്രം തന്നെയാണ്, ഒരു പുതുമയുള്ള കഥയാണ് എന്നൊക്കെ മനസ്സിലാക്കി തന്നെയായിരിക്കും മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിട്ട്. ഇതൊക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി. അപ്പം കാലത്തിനനുസരിച്ച് മാറാൻ മമ്മൂട്ടിക്ക് പലപ്പോഴും കഴിയാറുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രമായിരിക്കും. പക്ഷെ തിയേറ്ററിൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷണ ചിത്രങ്ങളും വിജയിക്കാറുള്ളൂ. അതെന്തുമാത്രം വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.
നാളെ 9 മണിക്കാണ് ഈ ചിത്രങ്ങളെല്ലാം റിലീസ് ആവുന്നത്. ഇത് ഏതൊക്കെ കാണും ഏതൊക്കെ കാണാതിരിക്കും എന്നൊക്കെ ഒന്നും അറിയില്ല. ആദ്യം ഏത് കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ബഫൂക്ക ഞാൻ കാണും. അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ചിത്രങ്ങളും. പിന്നെ തലം പോലെ ചിലപ്പം മാറി ചിന്തിച്ചേക്കാം. ഏതായാലും ഇത് തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളുടെ അവസ്ഥ. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.